ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശ്രീമഹാഗണപതേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മന്ദാന്തോളിതഹേമകുണ്ടലമണിം ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജം അംബരനദീനാഥം രമാവല്ലഭം. ശ്രീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ പാർത്ഥസാരഥേ ശരണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീ പത്മനാഭസ്വാമി ശരണം. കാരുണ്യാത്മജവാരിധിം കരലസൽഗോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസ്സുതേനലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയസ്വാമികീ ജയ്. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമത്സര്യാദ്യാനുപമനോരോഗശമനപ്രവീണാം വാണീം സത്പ്രകരപരമാഹ്ലാദജനനീം ശ്രീജഗദംബികായേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹരഹരോ ഹരഹര. ശ്രീമഹാഗണപതേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമുക്ക് മുകുന്ദാഷ്ടകം ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടഭ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ശ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മുഷ്ണാമശ്രീഹേതി യശോദാതാടനശൈശവസന്ദ്രാസം വ്യാധിതവക്ത്രാലോകിതലോകാലോകചതുർദശലോകാലം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശ്വം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടരിഭൂവിരഘ്നം ശിതിഭാരഘ്നം ഭവരോഗഘ്നം കൈവല്യം നവനീതാഹാരമനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടച്ഛേദോ വൃത്തിവിശേഷാഭാസമനാഭാസം
ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപാലം ഭൂലീലാവിഗ്രഹ ഗോപാലം കുലഗോപാലം. ഗോപീഖേലന ഗോവർദ്ധന ധൃതിലീലാലാളിത ഗോപാലം. ഗോപീനിർഗതിത ഗോവിന്ദസ്ഫുടനാമാനം ബഹുനാമാനം. ഗോപീഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡലഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം. ശശ്വൽഗോഹരനുദ്ധൂതോ ഗൃൽധൂളീധൂസരസൗഭാഗ്യം. ശ്രദ്ധാഭക്തിഗൃഹീതാനന്ദമചിന്യം ചിന്തിതസൽഭാവം. ചിന്താമണിമഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സ്നാനവ്യാകുലയോഷിദ്ദൂസ്ത്രമുപാദായാകുമുപാരൂഢം. വ്യാധിൽ സന്ധിസ്തദ്യുതുപദാതുമുപാകർഷന്തം. നിർധൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം. സത്താമാത്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. കാന്തം കാരണകാരണമാദിമനാദിം കാലമനാഭാസം. കാളിന്ദീഗതകാളിയ ശിരസി മുഹുനൃത്യന്തം സുനിത്യന്തം. കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷഘ്നം. കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം. വൃന്ദാവനഭുവി വൃന്ദാരഗണാ വൃന്ദാരാധിതവന്ദേഹം. കുന്ദാഭാമലമന്ദസ്മേരസുധാനന്ദം സുഹൃദാനന്ദം. വന്ദ്യാശേഷമഹാമുനിമാനസവന്ധ്യാനന്ദപദദ്വന്ദ്വം. വന്ദ്യാശേഷഗുണാധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദാഷ്ടകഭേദദധീതേ ഗോവിന്ദാർപ്പിതചേതായോ. ഗോവിന്ദാച്യുതമാധവ വിഷ്ണോ ഗോകുലനായക കൃഷ്ണേതി. ഗോവിന്ദാബ്ധിം സരോജധ്യാനസുധാജലധൗതസമസ്താഹോ. ഗോവിന്ദം പരമാനന്ദാമൃത അന്തസ്തം സമഭ്യേതി. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 90 അധ്യായങ്ങളിലായിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചരിതങ്ങളാണല്ലോ വർണ്ണിക്കുന്നത്. അതിൽ പൂർവാർത്ഥം 49 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ ഗോകുല വൃന്ദാവന ലീലകളും മധുരാലീലകളും ആണ് പ്രതിപാദിക്കുന്നത്. ദശമസ്കന്ധം പൂർവാർത്ഥം 51 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ വിവാഹങ്ങളും ഗാർഹസ്ഥ്യം, ഭക്തജന അനുഗ്രഹം, അതുപോലെ ദുഷ്ടജന നിഗ്രഹം തുടങ്ങിയ പ്രൗഢലീലകളാണ് വർണ്ണിക്കുന്നത്. ഇതിനെ ദ്വാരകാലീലകളെന്നും നമ്മൾ വിവക്ഷിക്കാറുണ്ട്. ഭഗവാന്റെ ആദ്യത്തെ വിവാഹം വിദർഭ രാജകുമാരിയായ രുക്മിണീ ദേവിയുമായിട്ട് രാക്ഷസ വിധിപ്രകാരമാണെന്ന് പ്രതിപാദിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവാഹകഥകളിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഉപാഖ്യാനമാണ് സ്യമന്തകോപാഖ്യാനം. ഈ കഥ വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖബ്രഹ്മർഷിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ശ്രീശുഖബ്രഹ്മർഷി അത് വളരെ വിസ്തരിച്ച് പറയാൻ ആരംഭിച്ചു. ഒരിക്കൽ സത്രാജിത്ത് എന്നു പേരുള്ള ഒരു നാട്ടുരാജാവ് സൂര്യഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി അങ്ങനെ
അതിൻ്റെ ഫലമായിട്ട് സത്രാജിത്തിന് സൂര്യഭഗവാൻ ഒരു സ്യമന്തകം എന്ന ഒരു രത്നം സമ്മാനിച്ചു. ആ രാജാവ് ഇത് 4 ആളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ കഴുത്തിലണിഞ്ഞുകൊണ്ട് ആ സൂര്യനെ പോലെ നന്നായിട്ട് പ്രകാശിപ്പിക്കുന്ന രത്നവും കഴുത്തിലണിഞ്ഞുകൊണ്ട് ദ്വാരകയിലേക്ക് വന്നു. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തു കിട്ടിയാൽ അത് 4 ആളെ കാട്ടിക്കൊണ്ട് നടക്കണം. കഴുത്തിൽ നല്ല പതക്കമൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ആൾക്കാർ നടക്കുന്നത് കാണാൻ മേലെ. അതുപോലെ സത്രാജിത്തും 4 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സ്യമന്തകരത്നവും കഴുത്തിലിട്ടുകൊണ്ട് ദ്വാരകയിലേക്ക് വന്നു. അപ്പോൾ അവിടെ പരന്ന ആ പ്രകാശത്താൽ അവിടെയുള്ള ആളുകൾ പറയാൻ തുടങ്ങി, ദേ സൂര്യഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് വരികയാണ് ദ്വാരകയിലേക്ക് എന്ന് പറഞ്ഞ് ഭഗവാനെ അവിടുത്തെ ദ്വാരകാവാസികൾ പ്രകീർത്തിക്കാൻ തുടങ്ങി. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദായതുനന്ദന എന്ന് പറഞ്ഞ് അവർ ഭഗവാനെ പുകഴ്ത്താൻ തുടങ്ങി. മനുഷ്യവേഷത്തിൽ യാദവരുടെ ഇടയിൽ വന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞ സൂര്യൻ ഭഗവാനെ നിന്തിരുവടിയെ കാണുവാനായിട്ട് ഇതാ വരുന്നതാകുന്നു എന്ന് അവർ പറയാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സൂര്യഭഗവാനൊന്നുമല്ല, സത്രാജിത്താണ് ആ വരുന്നത്. ആ കൈവശമുള്ള രത്നത്തിന് സ്യമന്തകമണി എന്നും പറയും. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് പ്രത്യേകത? ദിനേ ദിനേ സ്വർണ്ണഭാര നഷ്ടോ സഹസ്രപതി പ്രഭോ ദുർഭിക്ഷമാരിഷ്ടാനി സർപ്പാധിവ്യാധയോ ശുഭ ന സന്ധിമായിനസ്തത്ര യത്രാസ്തേ അഭ്യർച്ചിതോ മണി. അല്ലയോ രാജാവേ, ഈ സ്യമന്തകമണി വെച്ച് പൂജിക്കുന്ന രാജ്യത്തിൽ ദുർഭിക്ഷ, അകാല മരണം, അതുപോലെ തന്നെ സർപ്പഭയം, ആദിവ്യാധികൾ, പിന്നെ ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഇതൊന്നും ഉണ്ടാവുകയില്ല. സത്രാജിത്ത് തൻ്റെ ഇഷ്ടദേവനാകുന്ന സൂര്യക്ഷേത്രത്തിൽ ആ ദേവയജ്ഞശാലയിൽ ഈ ഒരു പീഠത്തിന്മേൽ ആ മണി ബ്രാഹ്മണന്മാരെ കൊണ്ട് സ്ഥാപിച്ചു. ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സത്രാജിത്തിനോട് ഒരു കാര്യം പറഞ്ഞു. അല്ലയോ മഹാത്മൻ, ഈ മണി വേണ്ട വിധം പൂജിക്കാതിരുന്നാൽ ദോഷമുണ്ടാകും. ഇത്രയും ശ്രേഷ്ഠതയുള്ള ഈ രത്നം രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീർന്നാൽ നല്ലതായിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ അധീനതയിൽ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഈ രത്നം ദ്വാരകയിൽ കൊടുത്താൽ ഈ രാജ്യത്തെ അരാജകത്വം ഒക്കെ മാറിക്കിട്ടും. ആ സമയത്ത് ദ്വാരകയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാലമായിരുന്നു. ഭഗവാൻ സത്രാജിത്തിനോട് യാചനാസ്വരത്തിലാണ് ഇത് ആവശ്യപ്പെട്ടത്, ഈ സ്യമന്തകരത്നം. പക്ഷേ സത്രാജിത്താകട്ടെ അത് കൊടുക്കുവാൻ തയ്യാറായില്ല. ഇത് കേട്ടപാടെ സത്രാജിത്ത് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ കഷ്ടപ്പെട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ എനിക്ക് തന്ന രത്നം ഇപ്പോൾ ദ്വാരകയിലേക്ക് കൊടുക്കുവാൻ കൃഷ്ണന് വേറെ ജോലിയൊന്നുമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സത്രാജിത്ത് മടങ്ങിപ്പോയി. ഒരു ദിവസം സത്രാജിത്തിൻ്റെ അനിയനായിട്ടുള്ള പ്രസേനൻ കാട്ടിൽ നായാട്ടിന് പോയ സമയത്ത് ഈ രത്നം കഴുത്തിലണിഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ വനത്തിൽ വെച്ച് ഈ പ്രസേനനെ ഒരു സിംഹം വധിച്ചു. എന്നിട്ട് ആ രത്നവും എടുത്തുകൊണ്ട് സിംഹം യാത്രയായി. ഇത് അവിടെ ഒരു പർവ്വത ഗുഹയിൽ കഴിഞ്ഞിരുന്ന ജാംബവാൻ കാണാനിടയായി. ഈ സിംഹം ഈ പ്രകാശമുള്ള രത്നവും കൊണ്ട് പോകുന്നത് കണ്ട് ജാംബവാൻ സിംഹത്തിനെ വധിച്ച് ആ രത്നം കൈക്കലാക്കി ആ സിംഹത്തിൻ്റെ ജഡം പർവ്വതത്തിൻ്റെ മുകളിൽ ഇട്ടിട്ട് ആ പർവ്വത ഗുഹയിലേക്ക് ഈ സ്യമന്തകമണിയുമായിട്ട് ജാംബവാൻ കടന്നുപോയി. അവിടെ ചെന്ന് തൻ്റെ കുട്ടിക്ക് കളിക്കാനായിട്ട് ഇതൊരു കളിപ്പാട്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് ജാംബവാൻ ആ രത്നം ആ കുട്ടിക്ക് കൊടുത്തു. സത്രാജിത്താകട്ടെ തൻ്റെ അനുജനായിട്ടുള്ള പ്രസേനനെ കാണാതെ പരിതപിക്കാൻ തുടങ്ങി. പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനംഗത
ഭ്രാതാ മമേതി തച്ഛുത്വാ കർണേ കർണേ ജപഞ്ജന. ഈ ശ്രീകൃഷ്ണൻ ഈ മണി എന്നോട് ആവശ്യപ്പെട്ടതാണല്ലോ, ഞാൻ കൊടുത്തില്ല. അതിൻ്റെ വൈരാഗ്യം കൊണ്ട് എൻ്റെ അനുജനായിട്ടുള്ള പ്രസേനനെ കൊന്ന് ഈ രത്നം ശ്രീകൃഷ്ണൻ കരസ്ഥമാക്കിയിട്ടുണ്ടാവണം എന്ന് ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സത്രാജിത്ത് പലരോടും പറയാൻ തുടങ്ങി. ദ്വാരകയിൽ പലരും പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടിങ്ങനെ പറയാൻ തുടങ്ങി. ആ മണി കൃഷ്ണൻ്റെ കയ്യിൽ കാണും, കൃഷ്ണൻ പ്രസേനനെ വധിച്ചു കാണും എന്നൊക്കെ ജനങ്ങൾ പറയാൻ തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെവി കാതിലും ഈ വിവരമെത്തി. അപ്പം ഭഗവാന് തൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ഈ കുറ്റം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ദ്വാരകയിലുള്ള കുറച്ച് പ്രമുഖരായിട്ടുള്ള ആൾക്കാരോടുകൂടി വനത്തിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ആ വഴിയിൽ സിംഹം ആദ്യം പ്രസേനനെയും കുതിരയും മരിച്ചു കിടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ആ സിംഹവും ഇതാ ചത്ത് കിടക്കുന്നതായിട്ട് കാണാനിടയായി. ശ്രീകൃഷ്ണൻ അപ്പോൾ ആ പർവ്വത ഗുഹയുടെ സമീപത്താണ് സിംഹത്തെ കൊന്നിട്ടിരുന്നത്. ഭഗവാൻ പർവ്വത ഗുഹയിലേക്ക് കയറിപ്പോയി. തൻ്റെ കൂടെ വന്നവരെയെല്ലാം പർവ്വത ഗുഹയുടെ പുറത്ത് കാവൽ നിർത്തി. ഞാൻ ഇപ്പോൾ മടങ്ങി വരാം, നിങ്ങൾ അതുവരെ ഇവിടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ പർവ്വത ഗുഹയിലേക്ക് ഏകനായി കയറിപ്പോയി. അതിനുള്ളിൽ അപ്പോൾ ആ ഒരു കുട്ടി ഈ സെമന്തകരത്നം വെച്ച് കളിപ്പാട്ടമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാനിടയായി. ഭഗവാനെ കണ്ട് ആ കുട്ടിയുടെ വളർത്തമ്മ പെട്ടെന്ന് ആർത്തസ്വരത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഈ സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ജാമ്പവാൻ പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേർന്നു. ജാമ്പവാനാകട്ടെ ക്രുദ്ധനായിട്ട് വേഗം ഭഗവാനുമായിട്ട് മുഷ്ടിയുദ്ധം ചെയ്യാൻ തുടങ്ങി. ഘോരമായിട്ടുള്ള യുദ്ധം. 1-2 ദിവസമൊന്നുമല്ല, 28 ദിവസം ജാമ്പവാൻ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ആ ഘോരമായിട്ടുള്ള മുഷ്ടിയുദ്ധം നടത്തി. ജാമ്പവാനാകട്ടെ ഭഗവാന്റെ മുഷ്ടിപ്രഹരമേറ്റ് ശരീരമെല്ലാം തളർന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു, ജാനേ ത്വം സർവഭൂതാനാം പ്രാണവോജസ്സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണും അധീശ്വരം. അതിമാനുഷ്യനായ ബലിഷ്ഠത അറിഞ്ഞപ്പോൾ ഈ വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ലെന്നും സർവഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും കുടികൊള്ളുന്ന ശക്തിസ്വരൂപനായിരിക്കുന്നതും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന മഹാപ്രഭാവത്തോടു കൂടിയതുമായ സർവേശ്വരനായ ആ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. യസ്യേഷദുൽക്കലിലരോഷകടാക്ഷമോക്ഷൈർ വർമാദിശൽ ക്ഷുവിതനക്രതിമിംഗലോബ്ധിം സേതുകൃതസ്വേഷ ഉജ്ജ്വലിതാചലങ്കാ രക്ഷശിരാംസി ഭൂവേദുരുക്ഷതാനീം. ഏതൊരുവൻ്റെ കോപം കൊണ്ട് ക്ഷോഭിച്ച നക്രങ്ങളോടും തിമിംഗലങ്ങളോടും കൂടി സമുദ്രം കടന്നു പോകുവാൻ വഴിമാറിക്കൊടുത്തുവോ, തൻ്റെ യശസ്സിൻ്റെ പ്രതിബിംബമായി അപ്പോൾ ആര് അവിടെ സേതു ബന്ധിച്ചുവോ, ഏതൊരുവൻ്റെ കോപാഗ്നിയാൽ ലങ്കയെ ചുട്ടുപൊട്ടിച്ചുവോ, ആ തീക്ഷ്ണമായ ബാണങ്ങളാൽ രാക്ഷസരാജനായ രാവണൻ്റെ ശിരസുകൾ അറ്റ് നിലത്ത് പതിച്ചുവോ, അങ്ങനെയുള്ള എൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് അവിടുന്ന് ഞാനിതാ അറിയുന്നു. ജാമ്പവാൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീകൃഷ്ണ ഭഗവാൻ ജാമ്പവാൻ്റെ പുറം തലോടിക്കൊടുത്തു. അപ്പോഴേക്കും ജാമ്പവാൻ്റെ ആ ശരീരവേദനകളെല്ലാം മാറി. ജാമ്പവാൻ ഭഗവാനെ ദണ്ഡനമസ്കാരം ചെയ്തു. തൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന കളങ്കം ഇല്ലാതാക്കുവാനായിട്ടാണ്, ദൂരീകരിക്കുവാനായിട്ടാണ് താൻ ഈ മണി അന്വേഷിച്ച് വന്നതെന്ന് ഭഗവാൻ ജാമ്പവാനോട് പറഞ്ഞു. ഇത് കേട്ട് ജാമ്പവാൻ തൻ്റെ മകളായ ജാമ്പവതി ദേവിയെയും കന്യകയായ ജാമ്പവതിയെയും ഈ സെമന്തകരത്നത്തെയും ഭഗവാന് നൽകി. അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിച്ച് യാത്രയാക്കി.
ഈ സമയം പർവ്വത ഗുഹയുടെ പുറത്ത് ഭഗവാന്റെ കൂടെ വന്നിരുന്ന കുറച്ച് പേര് 12 ദിവസം അവിടെ കാത്തു നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ മടങ്ങിപ്പോയി, ദ്വാരകയിലേക്ക് പോയി. വിവരങ്ങളറിഞ്ഞ് ദ്വാരകാവാസികൾ എല്ലാവരും സങ്കടപ്പെട്ടു. ഭഗവാൻ പർവ്വത ഗുഹയിലേക്ക് പോയി. അതിഘോരമായിട്ടുള്ള ശബ്ദമൊക്കെ കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കുറേ ദിവസം കാത്തു നിന്നു, തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ ദ്വാരകാവാസികൾ, ഉഗ്രസേന മഹാരാജാവും അവിടെയുള്ളവരെല്ലാവരും കൂടി, ഭഗവാന്റെ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് ദേവിയെ, ദുർഗാദേവിയെ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചു. അവർ നവാഹമായിട്ടുള്ള പൂജകളൊക്കെ നടത്തി. അതിൻ്റെ സമാപ്തി ദിവസം, സമാപിക്കുന്ന ദിവസം ഭഗവാൻ ജാമ്പവതി ദേവിയും സെമന്തകരത്നവുമായിട്ട് അവിടെ എത്തിച്ചേർന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഉഗ്രസേന മഹാരാജാവിൻ്റെ സഭയിൽ സത്രാജിത്തിനെ വിളിച്ചു വരുത്തി. ആ മണി തിരിച്ചു കിട്ടിയത് എങ്ങനെയാണെന്നുള്ള വിവരം ഭഗവാൻ സത്രാജിത്തിനെ അറിയിച്ചു. എന്നിട്ട് ആ മണി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. സത്രാജിത്തിന് ആകെ വിഷമമായി. ഭഗവാൻ ശ്രീകൃഷ്ണനെ അന്യായമായി സംശയിച്ചതിൽ ലജ്ജിതനായിട്ട് സത്രാജിത്ത് മടങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ സത്രാജിത്തിന് പിന്നൊരു വല്ലാത്ത വിഷമം, അത് തീരുന്നില്ല, കൂടിക്കൂടി വരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് സത്രാജിത്ത് തൻ്റെ പുത്രിയായ സുന്ദരിയും കന്യകയുമായിട്ടുള്ള സത്യഭാമയോടും കൂടി സെമന്തകരത്നവുമായിട്ട് ദ്വാരകയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് തൻ്റെ സർവഗുണസമ്പന്നയായ മകളെയും ഈ സെമന്തകരത്നത്തെയും സത്രാജിത്ത് ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ സത്യഭാമയെ വിധിപ്രകാരം പാണിഗ്രഹണമൊക്കെ ചെയ്തു. പക്ഷേ സെമന്തകരത്നം സ്വീകരിച്ചില്ല. അത് സത്രാജിത്തിന് തന്നെ മടക്കി കൊടുക്കുകയും ചെയ്തു. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി ബഹുപര്യാജിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം. അങ്ങനെ സർവഗുണസമ്പന്നയും സുന്ദരിയുമായിട്ടുള്ള സത്യഭാമയുമായിട്ടുള്ള ഭഗവാന്റെ വിവാഹം നടന്നു. ഒരു ദിവസം പാണ്ഡവരും അമ്മയായ കുന്തിദേവിയും ഉൾപ്പെടെ ഉള്ളവർ ദുര്യോധനൻ ഒരുക്കിയ അരക്കില്ലത്തിൽ വെന്തുമരിച്ചു എന്നുള്ള ഒരു വാർത്ത ദ്വാരകയിലും എത്തി. അത് കേട്ടപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനുമൊക്കെ വളരെ സങ്കടമായി. യാദവർക്കൊക്കെ വലിയ വിഷമമായി. ഭഗവാൻ ബലരാമസ്വാമിയോടുകൂടി ഹസ്തനാപുരത്തിലേക്ക് പോയി. അവിടെ പാണ്ഡവർ മരിച്ചുപോയി എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഭീഷ്മർ, കൃപർ, വിതുരർ, ദ്രോണർ, ഗാന്ധാരി എന്നിവരെയൊക്കെ കണ്ടു. അവരുടെ ദുഃഖത്തിൽ ഈ ഭഗവാന്മാരും പങ്കുചേർന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മഹാകഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. എന്നാൽ വിതുരൻ്റെ സഹായത്തോടുകൂടി ആ പാണ്ഡവർ ആ ദുര്യോധനൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട്, അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ സുഖമായിട്ട് കാമ്യവനത്തിൽ കഴിയുന്നുണ്ടെന്നുള്ള വാർത്ത ഭഗവാന് അറിയാം. ഭഗവാന്മാർക്ക് രണ്ടുപേർക്കും അറിയാം. അവരത് പുറമേ കാണിച്ചില്ല. ഈ സന്ദർഭത്തിൽ ആ ദ്വാരകയിൽ മറ്റൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. അക്രൂരരും കൃതവർമാവും കൂടി ചേർന്ന് ശതധന്വാവ് എന്നൊരു ചെറുപ്പക്കാരനെ പിരികേറ്റി. ഈ ശതധന്വാവിന് ചെറുപ്പകാലത്ത് സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് സത്രാജിത്ത് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അപ്പം അതിന് വിപരീതമായിട്ടാണ് സത്രാജിത്ത് സത്യഭാമയെ ശ്രീകൃഷ്ണ ഭഗവാന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തത്. അപ്പം അക്രൂരരും കൃതവർമാവും കൂടി ചേർന്ന് പറഞ്ഞു, എടോ ശതധന്വാവേ, താനിങ്ങനെ ഇവിടെ തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് എന്ത് കാര്യം? തൻ്റെ പ്രേമഭാജനമായിട്ടുള്ള സത്യഭാമയെ സത്രാജിത്ത് ദ്വാരകയിലെ ശ്രീകൃഷ്ണന് കൊണ്ട് കൊടുത്തത് കണ്ടില്ലേ? തനിക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് ശതധന്വാവിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ശതധന്വാവിനെ ആ സെമന്തകരത്നം കൈവശപ്പെടുത്തുവാനായിട്ടുള്ള ഒരു പ്രേരണ അവർ കൊടുത്തു. യോസ്മഭ്യം സമ്പ്രതിശ്രുത്യ കന്യാരത്നം വിഹർഗ്യത
കൃഷ്ണായാദാന്ന സത്രാജിൽ കസ്മാൽ ഭ്രാതരമന്വിയാൽ. ഈ അപരാധത്തിന് സത്രാജിത്തിനോട് പ്രതികാരം ചെയ്യണം. അങ്ങനെ പ്രതികാരം ചെയ്യുവാനായിട്ട് ശതധന്വാവിനെ പ്രേരിപ്പിച്ചു. രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ ശതധന്വാവ് അർദ്ധരാത്രിയിൽ വധിച്ചു, നീചമായിട്ട് വധം ചെയ്തു. എന്നിട്ട് ആ സ്യമന്തകവും കൈക്കലാക്കി കടന്നു കളഞ്ഞു. അപ്പം നമുക്കിവിടെ ഒരു സംശയം തോന്നാം, ഈ ഭഗവത് ഭക്തനായ അക്രൂരനിൽ നിന്ന് ഇങ്ങനെ ഒരു ദോഷചിന്ത എങ്ങനെ ഉണ്ടായി? ശതധന്വാവിനെ പ്രേരിപ്പിക്കുവാൻ. അക്രൂരനെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇളയച്ഛൻ്റെ സ്ഥാനമാണ്, ഭഗവത് ഭക്തനാണ്. ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും ആ ഗോകുലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ കംസൻ ദൂതനായിട്ട് അയച്ചത് അക്രൂരയായിരുന്നു. ആ അക്രൂരരുടെ ഭഗവത് ഭക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അന്ന് മനസ്സിലായതാണ്. അക്രൂരർക്ക് ഭഗവാൻ ആ വൈകുണ്ഠ ദർശനം തന്നെ കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള അക്രൂരർക്ക് എങ്ങനെയാണ് ഇപ്രകാരം ശതധന്വാവിനെ ഒരു വധം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുവാൻ സാധിച്ചത് എന്ന് നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. എത്ര ഭഗവത് ഭക്തനാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ ചിന്തകൾ അതിന് വിപരീതമായിട്ട് സംഭവിക്കും. നമുക്ക് പല മഹാത്മാക്കളുടെയും കഥകൾ അറിയാവുന്നതാണല്ലോ. അപ്പം അത് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് വിചാരിക്കാം. അക്രൂരരെ കൊണ്ട് ഇപ്രകാരം ശതധന്വാവിനെ പ്രേരിപ്പിക്കുവാനായിട്ടുള്ള കാരണം, അങ്ങനെ സത്രാജിത്തിനെ വധം ചെയ്ത് ശതധന്വാവ് ആ സ്യമന്തകമണിയുമായിട്ട് കടന്നു കളഞ്ഞു. സത്യഭാമ അച്ഛൻ്റെ മരണമറിഞ്ഞ് നിലവിളിച്ച് കരയാൻ തുടങ്ങി, നെഞ്ചത്തിടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി. പിന്നെ മോഹാലസ്യപ്പെട്ട് വീണു. അതിനുശേഷം അച്ഛൻ്റെ മൃതശരീരം ഒരെണ്ണത്തോണിയിൽ സൂക്ഷിക്കുവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തതിന് ശേഷം ഹസ്തിനാപുരത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും കാണുവാനായിട്ട് സത്യഭാമ പുറപ്പെട്ടു. സത്യഭാമയിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആ ശ്രീകൃഷ്ണനും ബലരാമനും സാധാരണ മനുഷ്യരെ പോലെ കരയാൻ തുടങ്ങി. അഹോ മഹാകഷ്ടം, ഇത്ര വലിയൊരു സങ്കടം നമ്മുടെ കുടുംബത്തിന് നേരിട്ടുവല്ലോ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഉടൻ തന്നെ ഭഗവാൻ സത്യഭാമയോടും ബലരാമനോടും കൂടി ചേർന്ന് സ്യമന്തകരത്നം വീണ്ടെടുക്കുവാനുള്ള പരിശ്രമം തുടങ്ങി. പ്രതികാരം ചെയ്യുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പുറപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശതധന്വാവ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ പുറത്ത് ഇരുന്ന് ഓടാൻ തുടങ്ങി. കുതിര പാഞ്ഞുപോയി. അതിനു മുമ്പായിട്ട് ഈ ശതധന്വാവ് കൃതവർമാവിൻ്റെ അടുത്ത് ചെന്നു സഹായം അഭ്യർത്ഥിച്ചു. കൃതവർമ്മ ആണല്ലോ ഒരാൾ, തന്നെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചത് കൃതവർമാവല്ലോ. നാഹമീശ്വരയോ കുര്യാം ഹേളനം രാമകൃഷ്ണയോ കോനുക്ഷേമായ കൽപ്പേതാത്തയോർ വൃജിനമാചരൻ. അയ്യോ ഞാനില്ല. കൃതവർമ്മ പറഞ്ഞു, ഞാനിതിന് കൂട്ടില്ല. ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും വിരോധികളാകുവാൻ ഞാൻ ശക്തനല്ല. അവരുടെ നേരെ അപരാധം ചെയ്യുന്ന ഏതൊരാളും പിന്നെ ജീവനോടെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട, അതുകൊണ്ട് എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് കൃതവർമ്മ പറഞ്ഞു, കംസസ്സാനുഗോപീതോ യദ്വേഷാത്യാജിതശ്രിയ ജരാസന്ധ സപ്തദശ സംയുഗാൽ വിരധോ ഗതാ. ആ അതിദുഷ്ടനായിട്ടുള്ള കംസനെ വധിക്കുവാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിസ്സാരമായിട്ടാണ് സാധിച്ചത്. കംസൻ എത്രയോ ശക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ആ കംസനെയും കംസൻ്റെ സഹോദരന്മാരെയും കിങ്കരന്മാരെയും മുഷ്ടികനെയും ചാണൂരനെയും ഒക്കെ ഭഗവാൻ ആ മല്ലയുദ്ധത്തിൽ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും കൂടെ വധിച്ചതാണ്. കംസനെ പോലും വെറും കളിപ്പാട്ടം പോലെയാണ് ഭഗവാൻ വധം ചെയ്തത്. അതുപോലെ തന്നെ ജരാസന്ധൻ എന്ന നാഗായുധപ്രാണനായ നല്ല അതിശക്തനായിട്ടുള്ള ജരാസന്ധനെ
ആയിട്ട് 17 പ്രാവശ്യമാണ് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി യുദ്ധത്തിൽ ജരാസന്ധനെ പരാജയപ്പെടുത്തിയത്. ഈ 17 പ്രാവശ്യവും ജരാസന്ധനെ കൊല്ലാതെ വിടുകയാണ് ചെയ്തത് ഭഗവാൻ. അങ്ങനെയുള്ള ജരാസന്ധന് ഒരു തേര് പോലും ശേഷിക്കാത്ത രീതിയിലാണ് ജരാസന്ധനെ ഭഗവാൻ കീഴ്പ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഉള്ള സൈന്യങ്ങൾ നശിച്ച് ഒരു തേര് കൂടി ശേഷിക്കാതെ 17 പ്രാവശ്യവും ജരാസന്ധനെ തോൽപ്പിച്ച ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് കൃതവർമാവ് ശതധന്വാവിനെ അയച്ചു. കൃതവർമാവിൽ നിന്ന് സഹായമൊന്നും ലഭിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അക്രൂരരുടെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു ശതധന്വാവ്. അക്രൂരർ തൻ്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചു. ഇദം ലീലയാ വിശ്വം സൃജത്യവതിഹന്ത്യജ ചേഷ്ടാം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാ ജയാ. യാതൊരുവൻ ഈ ലോകത്തെ കളിയായിട്ട് സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, ഹനിക്കുകയും ചെയ്യുന്നു. മായയാൽ മോഹിക്കപ്പെട്ട ബ്രഹ്മാദി ദേവന്മാർ പോലും ആ ഭഗവാന്റെ മാഹാത്മ്യം അറിയുന്നില്ല ശരിയായ രീതിയിൽ. അങ്ങനെയുള്ള കൃഷ്ണനോട് വിരോധിയായിരിക്കുവാൻ ഞാൻ ആളല്ല. ആർക്ക് ആ കൃഷ്ണനെ വിരോധിയാക്കാൻ സാധിക്കും? യസപ്തഹായന ശൈലാമുൽപ്പാടൈകേന പാണിന ദധാരലീലയാ ബാല ഉച്ചീലീന്ദ്രമിവാർഭക. കേവലം 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഏതൊരു ബാലൻ ആ ഗോവർദ്ധന പർവ്വതത്തെ അടിയോടെ പുഴക്കി എപ്രകാരം ഒരു കുട്ടി ഒരു കൂണിനെ എടുത്ത് നിസാര സാധനം എന്ന പോലെ പൊക്കി 7 ദിവസം നിർത്തിയോ, അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണനെ വിരോധിക്കുവാൻ ഞാൻ ആളല്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് അക്രൂരരും തൻ്റെ നിസ്സഹായാവസ്ഥ ശതധന്വാനോട് പറഞ്ഞു. നമസ്തസ്മൈ എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂരർ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അത്ഭുതകർമ്മണേ അനന്തായാതിഭൂതായ കൂടസ്ഥായ ആത്മനേ നമഃ. ആശ്ചര്യമായ പ്രവൃത്തിയോടുകൂടിയവനും അപരിച്ഛിന്നമായ ഇന്നനും ആദിയിലുള്ളവനും വികാരരഹിതനും ഐശ്വര്യസ്വരൂപനവും ആത്മാവുമായിട്ടുള്ള ആ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ പറഞ്ഞ് അക്രൂരരും ശതധന്വാവിനെ സഹായിക്കാതെ ഉപേക്ഷിച്ചപ്പോൾ അയാൾ ശതധന്വാവ് തൻ്റെ കയ്യിലുള്ള മണി അക്രൂരരുടെ അടുത്തേക്ക് ഇട്ടുകൊടുത്തേച്ച് അക്രൂരർ ആ ശതധന്വാവ് അതിവേഗം പാഞ്ഞു പോകുന്ന ഒരു കുതിരയുടെ പുറത്ത് കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ശ്രീകൃഷ്ണനും ബലരാമനും കൂടി തന്നോട് പ്രതികാരത്തിന് മണി അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ശതധന്വാവ് അവിടുന്ന് പലായനം ചെയ്യുകയാണ്. രാമജനാർദ്ദനന്മാർ ഗരുഡൻ കൊടിയടയാളമുള്ള ആ രഥത്തിലേറി 4 കുതിരകളെ പൂട്ടിയ രഥത്തിലേറി ആ ശതധന്വാവിനെ പിന്തുടർന്നു. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും മിഥുല നഗരിയുടെ സമീപം എത്തി. മിഥില രാജ്യത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ശതധന്വാവിൻ്റെ കുതിര ഓടാതെ നിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശതധന്വാവ് കുതിരപ്പുറത്ത് നിന്ന് ചാടി ഓടാൻ തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാനും രഥത്തിൽ ഇറങ്ങി ശതധന്വാവിനെ പിന്തുടർന്നു. കുറേ ദൂരം ഓടിച്ചെന്നപ്പോഴേക്കും ഭഗവാൻ തൻ്റെ ആ സുദർശന ചക്രത്താൽ ത്രിചക്രത്താൽ ശതധന്വാവിൻ്റെ ശിരച്ഛേദം ചെയ്തു. ഭഗവാൻ ശതധന്വാവിൻ്റെ അടുത്ത് ചെന്ന് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു നോക്കി. പക്ഷേ അതിലൊന്നും ആ സെമന്തകരത്നം കണ്ടുകിട്ടിയില്ല. ഭഗവാൻ നിരാശനായി. ബലരാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ജ്യേഷ്ഠ, ആ ശതധന്വാവിനെ കൊന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി. ആ സെമന്തരത്നം കാണാൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ബലരാമനെ അറിയിച്ചു. പെട്ടെന്ന് ബലരാമന് ദേഷ്യം വന്നു. ബലരാമന് പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. പക്ഷേ പുറത്ത് കാണിച്ചില്ല. കൃഷ്ണൻ തന്നോട് എന്തോ ഒളിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ ബലരാമന് ഉണ്ടായി. അപ്പം കൃഷ്ണ ഒരു കാര്യം ചെയ്യൂ, കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോക്കോളൂ. ആ മണി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. കൃഷ്ണൻ അത് അന്വേഷിച്ചോളൂ. ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആ മിഥിലയിലെ രാജാവ് ജനക മഹാരാജാവ് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ബലരാമൻ മിഥിലയിലെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ശതധന്വാവിനെ വധിക്കുകയും മണിയില്ലാതെ ദ്വാരകയ്ക്ക് ചെല്ലുകയും ചെയ്താൽ ജനങ്ങളുടെ അപവാദം കൂടുകയുള്ളൂ. മണി കിട്ടിയുമില്ല, ശതധന്വാവിനെ വെറുതെ വധിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബലരാമൻ ഇപ്രകാരം ഒരു നിലപാടെടുത്തു. തം ദൃഷ്ട്വാ സഹസോദ്ധായ മൈഥിലപ്രീതമാനസ അർഹയാമാസ വിധിവൽ അർഹണീയം സമർഹണൈ. പെട്ടെന്ന് എതിർച്ചയാ ബലരാമൻ വരുന്നത് കണ്ടുകൊണ്ട് മിഥില രാജാവിന് അതിയായ സന്തോഷമായി. പരിഭ്രമത്തോടുകൂടി എഴുന്നേറ്റ് ആചാരോപചാരങ്ങളെല്ലാം ചെയ്ത് പൂജ്യനായിട്ടുള്ള അതിഥിയെ അർഘ്യം, പാദ്യം, ആചമനം, ചന്ദനം, പൂമാല എന്നീ മംഗളപദാർത്ഥങ്ങളെ കൊണ്ട് ബലരാമനെ സ്വീകരിച്ചു, സൽക്കരിച്ചു. ബലരാമൻ സ്വാമിയാകട്ടെ മിഥില രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് കുറേ കാലം ആ മിഥില രാജ്യത്ത് താമസിച്ചു. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ അവിടെ വന്ന് ബലരാമനിൽ നിന്ന് ഗദായുദ്ധം അഭ്യസിച്ച് പ്രാവീണ്യം നേടി. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വന്ന് ശതധന്വാവിനെ വധിച്ച വിവരവും മണി കണ്ടുകിട്ടാഞ്ഞതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം സത്യഭാമയോടും മറ്റുള്ളവരോടുമൊക്കെ പറഞ്ഞു, ദ്വാരകയിൽ എല്ലാവരോടും പറഞ്ഞു. ഈ സമയം ശ്രീകൃഷ്ണൻ ശതധന്വാവിനെ വധിച്ചു, ഇനി തങ്ങളെ കൂടെ വധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അക്രൂരരും കൃതവർമാവും ദ്വാരകയിൽ നിന്ന് ഒളിച്ചു പോയി താമസിക്കാൻ തുടങ്ങി. അക്രൂരരാകട്ടെ കാശിയിൽ പോയി വേഷം മാറി ഒരു താപസൻ്റെ വേഷത്തിൽ പോയി അവിടെ അങ്ങനെ ഇരുന്നു. തൻ്റെ കൈവശം ആ സെമന്തകരത്നമുണ്ട്, അതിനെ വിധിയാമണ്ണം പൂജിച്ച് ധാരാളം 8 ഭാരം സ്വർണം ദിവസവും കിട്ടും. ഈ കിട്ടുന്ന രത്നങ്ങളും സ്വർണവുമെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യും. പിന്നെ അനേക സൽക്കർമ്മങ്ങൾ, യാഗാദികൾ ഒക്കെ നടത്തി അദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേക പേരിൽ ദാനപതി എന്നുള്ള പേരിൽ അവിടെ അങ്ങനെ കാശിയിൽ ഒളിച്ചു താമസിച്ചു. ശ്രീകൃഷ്ണൻ ശ്വശുരനായ സത്രാജിത്തിൻ്റെ ശേഷക്രിയകൾ, ഉദയക്രിയകളൊക്കെ ബന്ധുജനങ്ങളോടുകൂടി യഥാവിധി ചെയ്തു. അക്രൂരേ പ്രോഷിതേരിഷ്ടാന്യാസൻ വൈ ദ്വാരോഗസ ശാരീരാമാനസാസ്താവ മുഹുർദൈവീക ഭൗതികാം. അക്രൂരൻ ദ്വാരക വിട്ടു പോയത് മുതൽക്ക് ദ്വാരകാവാസികൾക്ക് അനേകം അരിഷ്ടതകളൊക്കെ ഉണ്ടായി. പലർക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, അനാവൃഷ്ടി, മഴ പെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ദ്വാരകയിൽ സംഭവിച്ചപ്പോൾ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ദ്വാരകാവാസികൾ പറയാൻ തുടങ്ങി. അക്രൂരർ ദ്വാരകയിൽ നിന്ന് പോയതിന് ശേഷമാണ് ഈ ഇങ്ങനെയുള്ള അരിഷ്ടതകൾ ഒക്കെ ഇവിടെ സംഭവിക്കുന്നത് ദ്വാരകയിൽ. ഒരു കാലത്ത് കാശി രാജ്യത്ത് ഇതുപോലെ മഴയില്ലായിരുന്ന സമയത്ത്, വർഷമില്ലായിരുന്ന സമയത്ത് കാശിയിലെ രാജാവ് അക്രൂരൻ്റെ പിതാവായിട്ടുള്ള ശൊഫൽക്കനെ ദ്വാരകയിൽ നിന്ന് വരുത്തി തൻ്റെ പുത്രിയായ ഗാന്ധിനിയെ വിവാഹം ചെയ്ത് അവിടെ കാശിയിൽ താമസിപ്പിച്ചു. അങ്ങനെ കാശിയിൽ ധാരാളം സമൃദ്ധമായിട്ടുള്ള വർഷം മഴയുണ്ടായി, കാശി പുരോഗമിച്ചു എന്നൊക്കെ അവർ പ്രായമായവർ പറഞ്ഞു. അതുകൊണ്ട് ആ ശൊഫൽക്കപുത്രനായിട്ടുള്ള അക്രൂരർ ഉണ്ടെങ്കിൽ ദ്വാരകയിൽ കഷ്ടപ്പാടുകൾക്കെല്ലാം ശമനമുണ്ടാകും എന്ന് പറഞ്ഞു. ഇതിവൃദ്ധവജസ്സുത്വാ നൈതാവധിക കാരണം ഇതി മത്വാ സമാനീയ പാഹാക്രൂരം ജനാർദ്ദന. എല്ലാം അറിയാവുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ നടിച്ചുകൊണ്ട് ഈ ദ്വാരകാവാസികളൊക്കെ പറയുന്നത് കേട്ട്, ഓഹോ അങ്ങനെയാണോ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ അക്രൂരർ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ അക്രൂരരെ കണ്ടുപിടിച്ച് നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഒരു ദൂതനെ കാശിയിലേക്ക് അയച്ചു. ആ ദൂതൻ കാശിയിൽ ചെന്ന് ആ ദാനപതി എന്നുള്ള പേരിൽ ഒളിച്ചു താമസിക്കുന്ന അക്രൂരരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ചെന്ന് ശ്രീകൃഷ്ണൻ്റെ ഇംഗിതം ആ അക്രൂരരെ ദാനപതിയെ അറിയിച്ചു. അതനുസരിച്ച് അദ്ദേഹം ദ്വാരകയിലേക്ക് മടങ്ങി വന്നു.
പൂജയിത്വാ വിഭാഷൈനം കഥയിത്വാ പ്രിയാകഥ വിജ്ഞാതാഖിലചിത്തജ്ഞാസ്മയമാന ഉവാച. ഈ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അരികിൽ വന്ന അക്രൂരരെ കണ്ട് ഭഗവാന് വളരെ സന്തോഷമായി. ആചാരോപചാരങ്ങളെല്ലാം ചെയ്ത് അക്രൂരരെ സന്തോഷിപ്പിച്ചു. ദാനവതിയെ സ്യമന്തകമണിയോട് കൂടിയാണ് അക്രൂരർ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, നനു ദാനവതേന്യസ്തസ്ത്വയ്യാസ്തേ ശതധന്വന സ്യമന്തകോ മണി ശ്രീമാൻ വിദിതപൂർവമേവന. ഹേ ദാനവതേ, ശതധന്വാവ് ഈ മഹത്തായ സ്യമന്തകരത്നം അങ്ങയുടെ വശം തന്നിരിക്കുന്ന സംഗതി ഞങ്ങൾ വളരെ മുമ്പേ തന്നെ അറിഞ്ഞിരിക്കുന്നു. ശാസ്ത്രതത്വം അനുസരിച്ച് ഈ മണിയുടെ അവകാശി സത്യഭാമയുടെ പുത്രന്മാരാണ്. പക്ഷേ ഇത് അന്ധക്കരണശുദ്ധിയും ഭക്തിയും നിഷ്ഠയുമുള്ള അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ. ആ വക ഗുണങ്ങളൊന്നും ഇല്ലാത്തവരുടെ കയ്യിൽ ഈ മണി സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ശരിയായ തരത്തിൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ശതധന്വാവിനെ ഞാൻ വധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മിഥില രാജ്യത്തേക്ക് പോയി. ആ മണി ആരുടെ കയ്യിൽ ഉണ്ടെന്നറിയാൻ എന്നെ ദ്വാരകയിലേക്കും അയച്ചു. ദർശയസ്വമഹാഭാഗാ ബന്ധൂനാം ശാന്തിമാവഹ അവ്യുച്ഛിന്നാമവാസ്തേദ്യ വർത്തന്തേ രുക്മവേദയ. അതുകൊണ്ട് ഭാഗ്യശാലിയായ അങ്ങ് ഈ മണി ഇവിടെ എല്ലാവരെയും കാട്ടിക്കൊടുത്ത് ആ ബന്ധുജനങ്ങളുടെ എല്ലാം സംശയത്തെ ദൂരീകരിക്കണം. മണി അങ്ങയുടെ കയ്യിലില്ലെന്ന് വരാൻ നിവൃത്തിയില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കിട്ടുന്ന സ്വർണം മുഴുവൻ ദാനം ചെയ്യുകയും അതുകൊണ്ടുള്ള വേദിയിൽ നടക്കുന്ന അങ്ങയുടെ യാഗങ്ങൾ ഇപ്പോഴും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് മണി അങ്ങയുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഏവം സാമഭിരാലബ്ധ ശുഭൽക്കഥനയോ മണിം ആദായ വാസസാച്ഛന്നം ദദോ സൂര്യസമപ്രഭം. ഇങ്ങനെ സാമോപായത്താൽ വശീകരിക്കപ്പെട്ട അക്രൂരർ സൂര്യസമാന പ്രഭയോടുകൂടിയ ആ മണി പൊതിഞ്ഞിരുന്ന വസ്ത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ സമർപ്പണം ചെയ്തു. സ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജയാത്മന വിമൃജ്യ മണിനാ ഭൂയസ്തസ്മൈ പ്രത്യർപ്പയൽ പ്രഭു. ഈ വിധം സ്വജനങ്ങൾക്ക് മണി കാട്ടിക്കൊടുത്തിട്ട് തൻ്റെ പേരിലുള്ള കളങ്കം ദൂരീകരിച്ച മഹാപ്രഭുവായ ആ ശ്രീകൃഷ്ണൻ അക്രൂരനെ തന്നെ ആ മണി സൂക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. സത്രാജിത്തിനോട് ഭഗവാൻ സ്യമന്തകരത്നം ദ്വാരകയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ആവശ്യപ്പെട്ടതായിരുന്നു. അന്ന് അത് അയാൾക്ക് ഭഗവാന് കൊടുക്കുവാനായിട്ട് തോന്നിയില്ല. അപ്പോൾ തൻ്റെ സൂര്യോപാസന കൊണ്ട്, തൻ്റെ കഴിവുകൊണ്ട് തനിക്ക് ലഭിച്ചതാണ് അതെന്ന് അയാൾ വിചാരിച്ചു. ആ സൗഭാഗ്യം തൻ്റെ ഇഷ്ടപ്രകാരം താൻ അനുഭവിക്കുവാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതല്ല എന്നാണ് സത്രാജിത്ത് വിചാരിച്ചത്. ഭഗവാൻ യാചിച്ചപ്പോൾ ആ രത്നം കൊടുക്കാതിരുന്നത് കൊണ്ട് എന്തെല്ലാം അനർത്ഥങ്ങളാണ് സത്രാജിത്തിനുണ്ടായത്. തൻ്റെ അനുജനായ പ്രസേനൻ വധിക്കപ്പെട്ടു. യദുകുലനാഥനും സർവ ഐശ്വര്യപ്രദനുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി നാട്ടിൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുവാനിടയായി. ഒടുവിൽ മണിയുടെ പേരിൽ ബന്ധുവായ ശതധന്വനാൽ മണി അപഹരിക്കപ്പെടുകയും തൻ്റെ തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. സത്രാജിത്ത് തനിക്ക് ഭഗവാന്റെ പേരിലുണ്ടായ അപരാധം പൊറുക്കുവാൻ പ്രായശ്ചിത്തമായി തൻ്റെ പ്രിയപുത്രിയും കന്യകയുമായ സത്യഭാമയെയും സ്യമന്തകരത്നത്തെയും ഭഗവാന് കാഴ്ചവെച്ചു. എന്നാൽ ഭഗവാൻ സത്യഭാമയെ സ്വീകരിച്ചു, സ്ത്രീരത്നത്തെ സ്വീകരിച്ചു, സ്യമന്തകരത്നത്തെ നിരാകരിച്ചു. അങ്ങനെ സ്യമന്തകരത്നത്തെ സത്രാജിത്തിന് തന്നെ മടക്കിക്കൊടുക്കുകയാണ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന് ആ സ്യമന്തകരത്നം സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സത്രാജിത്ത് ഇപ്രകാരം ദാരുണമായിട്ട് വധിക്കപ്പെടുകയുമില്ലായിരുന്നു. എന്നാൽ ഭഗവാന്റെ ഇച്ഛ അതല്ലായിരുന്നു.
എന്ന് വേണം കരുതാൻ. ഏതൊരാളും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും. ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഭഗവാൻ ചോദിച്ചിട്ട് സ്യമന്തകം കൊടുക്കാതിരുന്നത് മാത്രമല്ല, ഭഗവാനെപ്പറ്റി നാട്ടിൽ സത്രാജിത്ത് ദുഷ്കീർത്തി പരത്തുകയും ചെയ്തു. അതുകൊണ്ട് സത്രാജിത്തിന് ധാരണമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടായി. ഈ കഥ എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ അത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ നാം എല്ലാം വെറും വട്ടപൂജ്യം മാത്രമാണ്. നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അത് ഭഗവാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്. വിദ്യാഭ്യാസം, വീട്, ഭാര്യ, കുട്ടികൾ, അതുപോലെ ധനം, ബന്ധുജനങ്ങൾ, ഇതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ്. നമ്മൾ ജനിച്ചു വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, ഇതെല്ലാം കൂടെ വരികയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും, നല്ല കുടുംബത്തിൽ ജനിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ആ സർവേശ്വരന് ഇതെല്ലാം തിരികെ എടുക്കുവാൻ ആ സർവേശ്വരന് ഒരു വിഷമവുമില്ല. എപ്പോൾ വേണമെങ്കിലും ഭഗവാന് തൻ്റെ ഈ സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചെടുക്കാം. അത് ഓർമ്മയിലുണ്ടാവണം. ഇല്ലെങ്കിൽ ആപത്തായിരിക്കും ഫലം എന്നുള്ളത് ഈ സ്യമന്തകോപാഖ്യാനം എന്ന കഥയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. യസ്ത്വേദൽ ഭഗവത ഈശ്വരസ്യ വിഷ്ണോർ വീരാഠ്യം വ്രജിനഹരം സുമംഗളം ച ആഖ്യാനം പടതി ശൃണോത്യനുസ്മരേദ്യ ദുഷ്കീർത്തിം ദുരിതമബോഹ്യയാതിശാന്തിം. യാതൊരുവൻ ഐശ്വര്യപരിപൂർണനും എല്ലാറ്റിനും ശക്തനുമായ വിഷ്ണുവിൻ്റെ വീര്യത്തെ പ്രകാശിപ്പിക്കുന്നതും പാപത്തെ നശിപ്പിക്കുന്നതുമായ ഈ കഥ പഠിക്കുകയോ കേൾക്കുകയോ അനുസ്മരിക്കുകയോ ചെയ്താൽ അവരുടെ ദുഷ്കീർത്തിയും ദുരിതവും പാപവും നശിച്ച് ശാന്തിയെ പ്രാപിക്കും എന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ഈ സ്യമന്തകോപാഖ്യാനം കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ഭഗവാന്റെ കഥ കേട്ടിരുന്ന എല്ലാ മഹൽ വ്യക്തികൾക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യ കൃപാ കടാക്ഷങ്ങൾ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനും പെരുന്തട്ട മഹാദേവനും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.